ഒന്ന് ഒലിച്ച് തങ്ങി നിൽക്കുന്ന കുറേ ഏരിയകൾ അത് ഇന്നലെ കേന്ദ്രമന്ത്രി വന്ന സമയത്തും മറ്റ് ആളുകൾ വന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്തിരുന്നു, കൃത്യമായി കാണിച്ചു കൊടുത്തിരുന്നു. ഇവിടെ ഇത്രയും ഏരിയ ആളുകൾ വന്ന് തടഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അതേപോലെ ചൂരൽമലയുടെ അങ്ങാടിയുടെ ഭാഗത്ത് പൂർണ്ണമായി ഒരുപാട് വാഹനങ്ങളും മറ്റും എല്ലാം വന്ന് അടഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. ആ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ADGPയെയും അവരൊക്കെ കൊണ്ടുപോയി നേരിട്ട് കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഇന്നലെയൊക്കെ ഇറ്റാച്ചിയുടെ കുറവ് അല്ലാതെ ഉണ്ടായിരുന്നു. ഇറ്റാച്ചി ഉണ്ടായിരുന്നത് മറ്റു ഭാഗങ്ങളിലേക്ക് അവർ റെഫർ ചെയ്തു. അപ്പോൾ ഈ ഭാഗങ്ങളിലേക്ക് ഇന്നാണ് യഥാർത്ഥത്തിൽ തെരച്ചിൽ എത്തുന്നത്. നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ എഴുതി കാണിക്കുന്ന കണക്കൊന്നുമല്ല അവിടുത്തെ കണക്ക്. അവിടെ വലിയ ആളുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ നിർബന്ധമായിട്ടും ഒരു സംശയവുമില്ല. അത്രയും 400ഓളം വീടുകളൊക്കെയാണ് അവിടെ നഷ്ടപ്പെട്ടു എന്ന് ആ പ്രദേശവാസികൾ അതായത് ഫസ്റ്റ് ടൈമിന് അവിടെ ഉണ്ടായ സമയത്ത് അങ്ങാടികളിലൊക്കെ ഉണ്ടായ ആളുകൾ പലരും പുറത്തു പോയിട്ടുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നതുകൊണ്ട് അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒട്ടുമിക്ക ആളുകളും അങ്ങനെ തന്നെയാണ്. കുറച്ച് ആളുകൾ, വളരെ കുറഞ്ഞ ആളുകളാണ് മല ഭാഗത്തേക്ക് ഓടിക്കയറിയതുകൊണ്ട് രക്ഷപ്പെട്ടത്. വളരെ കുറഞ്ഞ ആളുകൾ. ബാക്കിയുള്ള ആളുകളൊക്കെ അതിനോടുകൂടി എടുത്തു പോന്നിട്ടുണ്ട്. അവിടെ ആദ്യം ഇൻഫർമേഷൻ വന്നത് പുഴയിൽ വെള്ളം കയറുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ പുഴയിൽ വെള്ളം കയറുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഇവരൊക്കെ 2ാം നിലയുള്ള വീടുകളിലേക്ക് വന്നു. സ്കൂളിൻ്റെ ഫസ്റ്റ് ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറിയിട്ട് ഏകദേശം ഒരാളുടെ ഇത്രത്തോളം ഭാഗങ്ങളിൽ ചളി കെട്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് കയറിയിട്ടുണ്ട്. അതെ, അതിൻ്റെ ഭാഗത്ത് ആ ചളിയിൽ നിന്ന് 3ഓളം ബോഡികൾ അന്ന് കിട്ടിയിട്ടുണ്ട്, മെനയാന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ആ കംപ്ലീറ്റ് ചളിയും മാറ്റി നോക്കിയിട്ടില്ല. അപ്പോൾ അതേപോലെ അങ്ങാടിയുടെ ഭാഗത്ത് ഇന്നലെ ഞങ്ങൾ അവിടെ തെരച്ചിൽ നടത്തുന്ന സമയത്ത് ഞങ്ങൾ തന്നെ പോയി ഓരോരോ സ്ഥലങ്ങളും കാണിച്ചു കൊടുത്ത സമയത്തൊക്കെ അവിടുന്ന് 2ഓ 3ഓ ബോഡികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ വന്ന് അടഞ്ഞു നിൽക്കുന്ന ഭാഗങ്ങളിൽ. അത്തരം പ്രദേശങ്ങളാണ് കൂടുതൽ തെരച്ചിൽ നടത്തേണ്ടത്.